പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ വീണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘന പരാതിയുമായി UDF. കുടുംബശ്രീ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നുവെന്നാണ് പരാതി. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് നേരത്തെയും ചില പരാതികളൊക്കെ ഐസക്കിനെതിരെ ഉയർത്തിയിരുന്നു. ഇപ്പോഴെന്താണ് ഈ പരാതി, അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ശ്രീജിത്ത്? അതായത് നേരത്തെ UDF ജില്ലാ ചെയർമാനായിരുന്നു ഒരു പരാതി നൽകിയത്. അതിൽ ഐസക്കിന് താക്കീത് നൽകി. അത് കുടുംബശ്രീയുടെ യോഗത്തിൽ പങ്കെടുത്തു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നായിരുന്നു ആ പരാതി. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിലാണ് UDF ഒരു പരാതി DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർക്കാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്നത് തോമസ് ഐസക്ക് ലഘുലേഖ, കുടുംബശ്രീകൾക്ക് വേണ്ടി തോമസ് ഐസക്ക് എന്ന തരത്തിൽ ലഘുലേഖ അടിച്ചു വിതരണം ചെയ്യുന്നു. അത് പല മേഖലകളിലൂടെ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്താണ് വിതരണം ചെയ്യുന്നത് എന്ന പരാതിയാണ് നൽകുന്നത്. താൻ കുടുംബശ്രീക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഈ ലഘുലേഖയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് UDF ഒരു ആരോപണം. അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. സർക്കാർ സംവിധാനങ്ങളെ, കുടുംബശ്രീയെ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന ആക്ഷേപമാണ് സതീഷ് കൊച്ചുപറമ്പിൽ നടത്തിയിട്ടുള്ളത്. എന്നാലും തോമസ് ഐസക്ക് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. താൻ ചെയ്ത കാര്യങ്ങളാണ് കൃത്യമായ രീതിയിൽ അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിലൊരു ചട്ടലംഘനവുമില്ല. കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ വിശദീകരണം ചോദിച്ചാൽ മറുപടി നൽകുമെന്നാണ് തോമസ് ഐസക്ക് അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.